ഇങ്ങനെ പതുങ്ങിയിരുന്ന ദിലീപ് ഫാൻസ് എല്ലാം പൊന്തി പുറത്തേ ആടിയിട്ടുണ്ടേ. നമ്മളിങ്ങനെ തണ്ണിമത്ത കെട്ടിയപ്പോൾ ഫുള്ള് ഭക്തന്മാരുടെ പരിപാടിയായ ഇത് കണ്ടിട്ട് ഞാൻ നോക്കണ്ടോ അമ്മിഞ്ഞ എന്തോ എന്റെ അതന്നെ ഇത്രയും ഭംഗിയുള്ള കാര്യം മലയാള സിനിമയിൽ വേറെ ആർക്കുമില്ല. എക്സ്പ്രഷൻ നോക്കണ പോണ്ട, നിങ്ങൾ പോണ്ട, നിങ്ങൾ വീട്ടിൽ ഇരുന്നാ ലോജിക്ക് വേണ്ടി വീട്ടിൽ വെച്ചിട്ട് നിങ്ങൾ പക്ക പ്രാന്ത് പടം. ഇപ്പൊ ബഹിരാകാശ പടത്തിലൊക്കെ ദിലീപ് വന്ന് ഇറങ്ങും. ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ലൈൻ കട്ട്, ലൈൻ കട്ട്. ഹായ് ഗൈസ്. അപ്പൊ പപ്പപ്പാട് ട്രെയിലർ വന്നിട്ടുണ്ട്. കറക്റ്റ് ടൈമിനാണ് എനിക്ക് തോന്നുന്നു ന്യൂസിൽ ഭയങ്കര സെൻസേഷൻ ആയിട്ട് ദിലീപ് 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 എവിടെ തിരിഞ്ഞാലും ദിലീപ് എന്നുള്ള ഒരു കുറച്ച് ദിവസമായിട്ട് എന്റെ പൊന്നെ ന്യൂസ് ചാനല് മൊത്തം ദിലീപ്. അതിന്റെ കറക്റ്റ് ടൈമിൽ അവര് അത് മാർക്കറ്റിംഗ് ബ്രില്യന്റ് ആയിട്ട് യൂസ് ചെയ്തു. ന്യൂസ് ഇൻസ്റ്റാഗ്രാമും എല്ലാത്തിനകത്തും നമ്മൾ റീൽസിനകത്ത് അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി സമ്മതിച്ചേ പറ്റുള്ളൂ. ഇത്രയും മീഡിയ പ്രസൻസും ഫ്രീ ആയിട്ട് അഡ്വർടൈസ്മെന്റും കിട്ടുന്ന ഒരു ട്രെയിലർ എനിക്ക് തോന്നുന്നില്ല വേറെ പടത്തിന് കേരളത്തിൽ. ദിലീപ് ഫാൻസ് എല്ലാം കുറെ നാളായിട്ട് ഇങ്ങനെ പതുങ്ങിയിരുന്ന ദിലീപ് ഫാൻസ് എല്ലാം പൊന്തി പുറത്തേ ആടിയിട്ടുണ്ടേ. ഒന്നാമത് വിധി വന്നു, അനുകൂലമായിട്ട് വിധി വന്നു. അതിന്റെ പുറകെ നമുക്കത് ഒന്ന് കണ്ടോക്കാം. വേറൊരു കാര്യമുണ്ട്, അതിനകത്തൊരു ക്യാമിയോ ഉണ്ട്. അത് ക്യാമിയോ അല്ല, എല്ലാവർക്കും അറിയാം ആരാണെന്നുള്ളത്. അത് എങ്ങനെയാണ് ട്രെയിലറിൽ കൊണ്ടുവന്നേക്കുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യണത് അത് കാണാൻ വേണ്ടിട്ടാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം, തുടങ്ങാം. നമസ്കാരം. നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാം. കാരണം ഇപ്പൊ ഈ നാട്ടിൽ മുക്കിലും മൂലയിലും വരെ എന്റെ മുഖചിത്രമാണ്. നമ്മള് പറഞ്ഞ അതേ രീതി തന്നെ കറക്റ്റ് ടൈമില് ഇത് എഡിറ്റ് ചെയ്താലും അതെനിക്ക് തോന്നുന്നു ഈ ഒരു ക്ലിപ്പ് വെയിറ്റിംഗ് ആയിരുന്നു തോന്നുന്നു. അതെ, എനിക്ക് തോന്നുന്നു ഇത് 8-ാം തീയതിക്ക് ശേഷം എഡിറ്റ് ചെയ്തതാണോ എന്നൊരു ഡൗട്ട്. കേരളത്തില് ഇപ്പൊ ഇങ്ങോട്ട് പറയാണ്, നിങ്ങൾക്കറിയാം നമ്മൾ എവിടെ നോക്കിയാലും ഏത് സോഷ്യൽ മീഡിയ നോക്കിയാലും ദിലീപിന് മാത്രം കാണുന്നുള്ളൂ. അത് പറഞ്ഞ അത് കറക്റ്റ് ടൈമാണ്. ഒരു നേരത്തെ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മളൊരാളുടെ തല പിടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ തണ്ണിമത്ത കെട്ടിയപ്പോൾ ഇത് നിർത്തിയാണ് ബാക്കിലേക്ക് സ്റ്റില് ഒരു മിനിറ്റ്. ഇതല്ല നമുക്ക് പിടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ തണ്ണിമത്ത കെട്ടിയപ്പോൾ എടാ ഇത് ഈ വണ്ടി നോക്കിയ ഇത് ഒരു ഹോളിവുഡ് ടച്ചില്ലേ ആ വണ്ടി. ഇത് കസ്റ്റമേഡ് എന്തോ ഏത് ട്രക്ക് മോഡൽ വണ്ടി എടുത്ത് കസ്റ്റമേഡ്. എനിക്ക് തോന്നുന്നു ഹമ്മർ എങ്ങാണ്ടാണ്, പഴയ മിലിറ്ററി ഹമ്മർ ഇല്ലേ, ഏകദേശം ആ ഫ്രെയിം കണ്ടിട്ട് ഏകദേശം ജുറാസിക് വേൾഡിലെ ആ ഒരു ഫ്രെയിം ആണ്. പക്ഷെ അതിന് മാത്രം ക്രിയേറ്റ് അതിന്റെ ഗണ്ണിന്റെ ഒക്കെ നോക്കിയത് എക്സ്റ്റൻഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിനകത്ത്. എന്തോ ഒരു ഇലക്ട്രിക്കൽ എക്സ്റ്റൻഷൻ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന് എന്ത് പണ്ടാണോ അതൊക്കെ? ഇത് ഇതിനെ കുറിച്ച് അറിയാവുന്ന ആരെങ്കിലും പറഞ്ഞു തരണോട്ടോ, ഇത് എന്ത് പണ്ടാണോ നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചപ്പോ. വേൾഡ് ഓഫ് മാഡ്നസ് ഫുള്ള് ഭക്തന്മാരുടെ പരിപാടിയായ തുടക്കത്തിൽ ട്രെയിലറിന് തുടങ്ങുക അങ്ങനെ ഒരു ലോഡ് വട്ടന്മാരെ പരിപാടിയാണ്. ഇത് മറ്റേ ആളല്ലേ ജയിലറിലെ മറ്റേ കോമാളി. പുള്ളി എവിടെ നിന്ന് കയറിയാന്ന് ഈ മലയാളത്തിൽ കയറി വന്ന് പുള്ളി തമിഴ് ആളിനൊക്കെ ആവശ്യമുണ്ടോ ഈ പടത്തിന്? പുള്ളി എനിക്ക് മറ്റേ ബാന്ദ്രയ്ക്ക് ശേഷം ദിലീപുമായിട്ട് കൂട്ടുകൂടിയത്. നമ്മളെ CID മൂസയിലെ വണ്ടി അത് മറക്കാൻ പറ്റുമോ? ആ വണ്ടിയൊക്കെ ലെജൻഡറി സാധനം. ഏതാണത്? ഇത് ഓൾട്ടേഡ് തന്നെയാണോ അല്ലെ? ഇത് ഓൾട്ടേഡ് അല്ല, ഇത് ഏതോ പഴയ മോഡൽ വണ്ടി. പേരെന്താന്ന് അറിയത്തില്ല. CID മൂസിന്റെ വണ്ടി. നിങ്ങൾ ഇത് കേൾക്കുന്നുണ്ടാ? വീണ്ടും സന്ധിക്കപ്പെടും. ആ ഒരു മറ്റേ ആ CID മൂസന്റെ റെഫറൻസ് കുറെ കൊടുക്കുന്നുണ്ട്. CID മൂസയിലാണ് അത് മീശാണോ അഡ്വക്കേറ്റ്. ഇത് ഒരുപാട് പടത്തിലുണ്ട്. ഇപ്പൊ CID മൂസയിലെ വണ്ടി കണ്ടു, മീശമാധവനിൽ ഇത് കണ്ടു, റൺവേയുടെ എന്തോ ഒരു സെറ്റപ്പ് ഒക്കെ നമുക്ക് തോന്നുന്നുണ്ട്. സാധാരണക്കാരൻ
അതായത് ഈ സാധാരണക്കാരൻ. അതിപ്പോ പറയാൻ കഴിയില്ല. ഇത് ആ ഡയലോഗാണ്. ഇതൊരു മറ്റേ ഫണ്ണി. ഇത് ട്രോളാണ്, പുള്ളിക്ക് കിട്ടിയ ട്രോളാണ്. അതിട്ട് തന്നെ ട്രോളാണ്, ഫുള്ള് ട്രോളിന്റെ പടമാണ്. അതിപ്പോ പറയാൻ കഴിയില്ല. ഇതായിരുന്ന കണ്ടോ കൂടെ നിൽക്കുന്നത് പോലീസ് സാൻഡി മാസ്റ്റർ. ആന്റി മാസ്റ്റർ. ആന്റി മാസ്റ്റർ ആണ് കിടക്കുന്ന വണ്ടി ഇതിലിപ്പോ നീ ലിസ്റ്റ് ഓഫ് ക്യാരക്ടേഴ്സ് എടുത്ത് വെക്കാം. ബൈജു, മണിയമ്പിള്ള രാജു, സലീം കുമാർ, ദിലീപ്, പിന്നെ മറ്റേ ആ കോമഡി എന്താ പേര് കോമഡി ചെയ്തിട്ടുള്ളത്, പിന്നെ സാൻഡി മാസ്റ്റർ, ഒരു ലോഡ് ക്യാരക്ടേഴ്സ് ഉണ്ട്. സാൻഡി മാസ്റ്റർ നേരത്തെ തന്നെ കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വില്ലനായിരുന്നുള്ളത് നേരത്തെ നേരത്തെ ന്യൂസ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. വില്ലനായിട്ടുള്ള റേഞ്ചാണ്, പക്ഷെ അങ്ങനത്തെ റേഞ്ച് അല്ല. ജനങ്ങൾ മുഴുവനും അശോകൻ എല്ലാവരുടെയും ഫ്രെയിം ഗ്ലാസ് ചായ ഗ്ലാസ് പോക്കറ്റിലോ? കണ്ടില്ല. ചായ ഗ്ലാസ് നീ ഇത് കണ്ടിട്ട് ഞാൻ നോക്കണ്ട. അമ്മിഞ്ഞ എന്തോ ഒന്നും കഴിയാൻ നമുക്ക് തോന്നുമല്ലോ. അതായിരുന്നു ഞാൻ കാത്തിരുന്ന എന്റെ കംബാക്ക്. അതന്നെ എന്റെ മോനെ ഡയലോഗ്. പടം പുള്ള് എനിക്ക് തോന്നുന്നു ഇത് പുള്ളിയുടെ ഈ അവസ്ഥയെ ആള് 8 വർഷത്തിന് ശേഷം തിരിച്ചു വന്നപ്പോ അതിനുവേണ്ടി കണക്കാക്കിയിട്ടുള്ള കുറെ ഡയലോഗ്സ് എനിക്ക് തോന്നുന്നു സിനിമയിൽ എങ്ങനെയാന്ന് പറഞ്ഞു. പക്ഷെ എഡിറ്റ് ചെയ്തവൻ ഈ കറക്റ്റ് ടൈമിൽ ഈ കറക്റ്റ് ഡയലോഗ്സ് കട്ട് ചെയ്തിട്ട് അവര് ട്രെയിലറാക്കി പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിപ്പോ ഈ ഒരു ഇപ്പോഴത്തെ ഒരു സർക്കംസ്റ്റാൻസസിനെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ അതിന്റെ ടൈറ്റിൽ കണ്ടോ, വണ്ടിയായിട്ട് ഭയങ്കരമായിട്ട് ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ആ ടൈറ്റിലിന്റെ പല ഭാഗങ്ങളിലും വണ്ടിയുടെ സൈലൻസർ, വണ്ടിയുടെ ആ കേബിള്, വണ്ടിയുടെ ഡോറ്, അത് ഇതെല്ലാം ടൈറ്റിൽ കാണാം. അപ്പൊ ഇത് വണ്ടിയുമായിട്ട്, കാരണം നമ്മൾ ഒരുപാട് വണ്ടികൾ ഓൾട്ടർ ചെയ്ത വണ്ടികൾ വണ്ടീന്റെ മേളിൽ ദിലീപ് എഴുതിയേക്കും. ഒരു ദിലീപിൻ പപ്പ ഒരു ജീപ്പ് മോഡലിലാണ് മൊത്തത്തിൽ എടുത്തിരിക്കുന്നത്. ഇതിന്റെ കാസ്റ്റിംഗ് എന്താണോ ഇത്? എന്നാലും ഇതിന് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇതില്? ചെയ്യുന്നത് നൂറിൻ ഷെരീഫും അവളുടെ ഹസ്ബൻഡും ചേർന്നിട്ടാ. അപ്പൊ അവരുടെ ആ ഒരു കാറ്റഗറി പെടുന്ന ആൾക്കാരാണ് ഈ. അല്ല എന്നാലും ആലോചിച്ച ഇതിലൊരു ഭയങ്കര ഒരു ലോഡ് കാസ്റ്റിംഗ് വെച്ചാല് അതും സാധാരണ ഇവര് 2K കിഡ്സിന്റെ പൾസർ ചെയ്യുന്ന ആൾക്കാരാണ്, പഴയ ഡയറക്ടർമാരല്ലേ. അവനെ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തു. சட்டம் தன் கடமை செய்யும். சட்டம் கடமை செய்தோம். 8ஆம் തീയതി சட்டம் கடமை செய்தோம். അത് നമുക്ക് അതിലേക്ക് നമുക്ക് അധികം കടക്കണ്ട. സിനിമയിലോട്ടോ കാല് മതി, കണ്ടല്ലോ. കാല് മതി. ഇതാണ് ഐഡന്റിറ്റി, ഇതാണ് ഐഡന്റിറ്റി. ഇത്രയും ഭംഗിയുള്ള കാല് മലയാള സിനിമയിൽ വേറെ ആർക്കുമില്ല. ഒരുപാട് പടങ്ങളിൽ വന്നുപോയ കാലം ഇത്. കാലിന് ഒരു എല്ലാ ആളുടെ പല സിനിമകളിലും ഷോർട്സ്, ഇൻട്രോ ഷോർട്സ് നോക്കി കഴിഞ്ഞാലേ ഈ കാല് കൈ വെച്ചിട്ടുള്ള കുറെ കാര്യം ഉണ്ടാവും. കാലിനുള്ള ആ ഒരു പ്രാധാന്യം ഇപ്പോഴും ആ കാല് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് പുള്ളിയുടെ കാലാണ്. കാല് വരെ അഭിനയിക്കും. എക്സ്പ്രഷൻ നോക്കണ സിഗ്നേച്ചർ നോക്കിയിട്ടുള്ള സിഗ്നേച്ചർ സാധനം. അതിന്റെ ബാക്കിൽ വണ്ടി ശ്രദ്ധിക്കാം. ഇതിനകത്ത് ആരാ ഈ രണ്ടുപേരും ഡാൻസ് കളിക്കുന്നത്? ഡാൻസ് ഡാൻസ് അതിനെ പിടിച്ചാണോ ട്രെയിലർ റിവ്യൂ? ദിലീപ് മോഹൻലാലാണോ? പിന്നെ അല്ലാതെ നീ എന്താ കണ്ടോണ്ടിരുന്നെ? കണ്ടാ മനസ്സിലാവില്ലെന്ന്. എന്താണ് പുതിയ ടാഗ് നോക്ക് ലാലേട്ടന്റെ? റിയലോജി. റിയലോജി എവിടുന്ന് കിട്ടിയാന്നറിയോ? എനിക്ക് പക്ഷെ കംപ്ലീറ്റ് ആയി. എവിടുന്ന് കിട്ടിയാന്നറിയോ റിയലോജി? നാഷണൽ അവാർഡ് വേദിയില് ഒരു മന്ത്രി വന്നിട്ട് പറഞ്ഞ ദ റിയൽ ഓജി. മലയാളി പോലും അല്ല പുള്ളി. ആ പുള്ളി പറഞ്ഞ എത്രയാണത്? ഇങ്ങനത്തെ കുറെ ഇത് ഇവര് ഭയങ്കര ലോക്കൽ സെറ്റപ്പിലുള്ള ആൾക്കാരുടെ ഫ്രെയിം. പക്ഷെ ഇത് ഇങ്ങനത്തെ കുറെ ഫ്രെയിം ലൂസിഫറിൽ സെയിം രീതിയിൽ ലൂസിഫറിന്റെ രണ്ടാമത്തെ രണ്ടിലും പൃഥ്വിരാജ് കോമ്പോ നടന്ന് പോകുന്നതിന്റെ സീനുണ്ട്. സെയിം ടൈപ്പ് കണ്ടിട്ടുണ്ടോ?
കണ്ടിട്ടുണ്ടോ? ആ മറ്റേ അവൻ ആ സിന്ദാര എന്ന് പറഞ്ഞിട്ടുള്ള സോങ്ങിന്റെ അതന്നെ അതില് അതിനകത്ത് മാത്രമല്ല പണ്ടത്തെ മമ്മൂട്ടിയുടെ മോഹൻലാലും അല്ല സിനിമ പുള്ളിയുടെ ഇതേ ഫ്രെയിം അതിനകത്ത് എടുത്തു. പുള്ളിയുടെ ഒരു കോസ്റ്റ്യൂം സിമെന്റ് മില്ല് ഏതോ സിമെന്റ് മില്ലിലാണ് കുഴിച്ചിട്ട് ഇത് പോണത്. ശ്രദ്ധിച്ചോ അവരുടെ ഒരു കോസ്റ്റ്യൂമിന്റെ സ്റ്റൈലും ഉണ്ടോ? ലോക്കൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ ക്ലാസ് മറ്റേ മോഹൻലാലിന്റെ സ്ഥിരം പടത്തില് നായരും നമ്പ്യാരും വിട്ട് കളിയില്ലെന്ന് പറയുന്ന പോലെ ഇത് അങ്ങനെ ഒരു സെറ്റപ്പ് അല്ല. ഇപ്പൊ താഴെക്കടയിലോട്ട് ഇറങ്ങിയിട്ടുള്ളൂ. വിമർശകരങ്ങനെ പലതും പറയും. അതിന്റെ പിന്നാലെ പോവാതെ ലൊക്കേഷൻ കണ്ടില്ലേ? ലൂസിഫറിലെ മറ്റേ ആദ്യത്തെ ഫൈറ്റ് കൊണ്ടുള്ള ലൊക്കേഷൻ കണക്കില്ലേ? ഇത് എന്ത് മതിയായിട്ടില്ല ഇനിയുണ്ട്. അവര് ടാഗ് കൊടുത്തിട്ടുണ്ട് അവിടെ. മിണ്ടല്ലേ ലാലേട്ടൻ അഴിഞ്ഞാടിയിട്ടുണ്ട്. ഇപ്പൊ നീ ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഫിലിം ഇൻഡസ്ട്രിയുടെ മേഘ ടീം വിനീത് ശ്രീനിവാസ്, ധ്യാൻ ശ്രീനിവാസ്, മോഹൻലാല്, ദിലീപ് എല്ലാവരും ഇപ്പൊ കറക്റ്റ് ഇപ്പോഴത്തെ ഒരു സെൻസേഷൻ ന്യൂസ് ആയിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു തിരിച്ചുവരവ് ഉണ്ടാവും. ഈ പടത്തിന്റെ ഈ ഒരു ട്രെയിലർ കണ്ട് ഞാൻ ഇത് എഡിറ്റ് ചെയ്തവനെ സമ്മതിക്കണം. ഇതിന്റെ ഓരോ ഷോർട്സ് എടുത്ത് വെച്ചിട്ടുള്ള നമ്മൾ 2 സ്റ്റാറിനെയും അങ്ങോട്ട് വളരെ മാസാക്കി മാറ്റുന്ന കുറെ ഷോർട്സ്. എനിക്ക് തോന്നുന്നു ദിലീപിന്റെ ഒരു ബോസ് ആയിട്ടായിരിക്കും പിന്നെ കാണിക്കുന്നത്. ും അവന്റെ ഒരു അറ്റയർ നോക്കിയിട്ട് ഇവന്റെ ബ്രദർലി ഒരു ടച്ച് ആണ്. ഒരു സഹോദരനാണെന്നുള്ള ഒരു പക്ഷെ ഞാൻ ഫോക്കസ് ചെയ്തതിനകത്ത് പലയിടത്തും ആദ്യം ദിലീപിനെ കാണിക്കുമ്പോ ഒരു വണ്ടി കാണിച്ചു, നമ്മളുടെ മോഡിഫൈ ചെയ്ത്. ലാലേട്ടനെ കാണിക്കുമ്പോ അതൊരു ട്രക്ക് പോലത്തെ വലിപ്പമാണ് ഇപ്പൊ ഈ പറഞ്ഞ സിനാരിയോ ചോദിക്കുമ്പോ രണ്ടും 2 കാലഘട്ടത്തിൽ നടക്കുന്ന സ്റ്റോറി പോലത്തെ ഒരു ഫീൽ ഉണ്ട്. ബിക്കോസ് നമ്മൾ കണ്ട ആ ഒരു AK-47 വണ്ടി ഓൾട്ടർ ചെയ്തുള്ള ഒരു സീനുകള്, ആക്ഷൻസ്. അതുകൊണ്ട് പിന്നെ ലാസ്റ്റ് ലാലേട്ടനായിട്ട് കാണിക്കുന്നത് കുറച്ചൊരു വിന്റേജ് സെറ്റപ്പ്. ലോറി ഒക്കെ പഴയ നമ്മളെ ലാലേട്ടന്റെ പഴയ നമ്മള് ട്രെയിലർ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് ഒരു വേറെ ന്യൂസ് അതിനകത്ത് ഒരു ടാഗ് കൊടുത്തിട്ടുണ്ട്, നോ ലോജിക് ഓൺലി മാറ്റേഴ്സ്. പടം കാണാൻ പോണ്ട, നിങ്ങൾ പോണ്ട, വീട്ടിൽ ലോജിക്ക് വേണ്ടി വീട്ടിൽ വെച്ചിട്ട് നിങ്ങൾ ഒരു പക്ക ഭ്രാന്ത് പടം, ഒരു പക്ക ഇടിവെട്ട് ഭ്രാന്ത് പടം കാണാൻ നിങ്ങൾ ആഗ്രഹിച്ച് കൂട്ടുകാരുമായിട്ട് ചേർന്ന് പോവാ. കാമുകയും വിളിച്ചോണ്ടൊന്ന് പോയി പടം കാണാൻ ലോചിക്കേണ്ട പറ്റില്ല. ഇപ്പൊ കാസ്റ്റിംഗ് ആണെങ്കിലും ഒരു സാധാരണ ലെവൽ അഭിനയിക്കാൻ അറിയാത്തതെന്ന് പറയാൻ, അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെന്റ് ടൈപ്പ് ഇപ്പൊ ആരും കണ്ടില്ല. എല്ലാവരും എക്സ്പീരിയൻസ് ആയിട്ടുള്ള വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ലെജൻഡറി സ്കിൽസ് ഉള്ള ആൾക്കാർ. പിന്നെ ഇതിനകത്ത് ഇടയ്ക്ക് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഷാൻ റഹ്മാനാണ് ആദ്യം മ്യൂസിക് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. ഇടയ്ക്ക് വെച്ച് ഷാൻ റഹ്മാനെ മാറ്റിയിട്ട് ഗോപി സുന്ദറിനെ ആക്കി എന്നും പറഞ്ഞിട്ട് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഷാൻ റഹ്മാന് ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഗോപി സുന്ദറിന് മെയിൻ സ്കോറും ആക്കി. മെയിൻ മ്യൂസിക് ചെയ്യുന്നത് ഗോപി സുന്ദറാണ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രം ഷാൻ റഹ്മാൻ. ഗോപി സുന്ദർ ഇതിനു മുമ്പ് കുറെ കാലമായിട്ടുള്ള ഒരു ഇത് കണ്ടിട്ട് ആള് സിനിമ കുറെ കാലമായിട്ട് വിട്ടു കുറച്ച് നാളായിട്ട് ഫാൻസ്, ദിലീപ് ഫാൻസ്, ലാലേട്ടൻ ഫാൻസ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പടമായിരിക്കും. ദിലീപ് ഫാൻസ് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അവര് രാമലീലയ്ക്ക് ശേഷം അവർക്ക് ആഘോഷിക്കാൻ കിട്ടുന്ന ഒരു അവസരമായിരിക്കും. അപ്പോ ഗൈസ്, ഞങ്ങള് ഈ ട്രെയിലർ കണ്ടത് വെച്ചിട്ട് തിയേറ്റർ കുലുക്കാനുള്ള എല്ലാ സാധനവും ഇത് 2-6 ഐറ്റം ഇപ്പൊ ഈ കാണിച്ച സീൻ ഞങ്ങൾക്ക് തിയേറ്ററിൽ കണ്ടാൽ മതി. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇത്രയും കാണിച്ച സാധനം എനിക്ക് തിയേറ്ററിൽ കണ്ടാൽ അതെങ്ങനെ ഗ്രിപ്പ് ചെയ്യണോ, അതെങ്ങനെ ചെയ്യുന്നു സാറ്റിസ്ഫൈഡ്. ഈ സീനൊക്കെ എങ്ങനെ അത് വരുന്നു, അതിന്റെ എങ്ങനെയാണ് ചെയ്യുന്നത്, 18-ാം തീയതിക്ക് വേണ്ടി നമ്മള് വെയിറ്റിംഗ് ആണ്. കറക്റ്റ്. അപ്പൊ ഗൈസ്, തിയേറ്റർ നമ്മളപ്പ പടം കണ്ട് എല്ലാരും തിയേറ്ററിൽ പോവാ, പോയി പടം കാണും. പിന്നെ മോഹൻലാല് പിന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് ലോജിക് ഇല്ലാതാണ്, ഫുൾ ഓഫ് മാഡ്നസ്, ആർമാദിക്കേണ്ട സമയം. മോഹൻലാൽ ഒരു ഷോയില എന്തിനോ പുള്ളി കൈകൂപ്പിയാണ് പറഞ്ഞേക്കുന്നത്, ഇതിനകത്ത് ലോജിക് ഇല്ല,
ഫുള്ള് വീട്ടിൽ നിന്ന് ആ മാട്രസുമായിട്ട് തന്നെ ഭയങ്കര ലോജിക്ക് എടുത്ത് വീട്ടിൽ വെക്കുക എന്നിട്ട് നിങ്ങൾ ഇറങ്ങുക. വളരെ ബ്രില്യൻസ് പ്രതീക്ഷിച്ചത് അല്ലെങ്കിൽ ഭയങ്കര ലോജിക് പ്രതീക്ഷിച്ച് ഭയങ്കര നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ പോലെ ഇന്റലക്ച്വൽ സ്റ്റൈലൊന്നും നോക്കിയിട്ട് ഇപ്പൊ ബഹിരാകാശ പടത്തിലൊക്കെ ദിലീപ് വന്ന് ഇറങ്ങും. നമ്മളതൊന്നും ഒന്നും വേറെ വേറെ രീതിയിൽ കാണാം. ലോജിക്ക് നോക്കരുത്. അതങ്ങനെ ബഹിരാകാശ പടകോ ഓക്കെ പുള്ളീന്റെ മാഡ്നസിൽ വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയുന്നത് കേസിന്റെ വിധി അനുകൂലോ പ്രതികൂലോ ഇതൊന്നും നോക്കണ്ടായില്ല. സിനിമയായിട്ട് കാണുന്ന ആൾക്കാര് ദിലീപ് എന്നുള്ള നടൻ, മോഹൻലാൽ എന്നുള്ള നടൻ, എല്ലാവരും എല്ലാ ബ്രില്യന്റ് ആയിട്ടുള്ള ലെജൻഡറി ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പൊ അവരുടെ ഒരു വളരെ നല്ലൊരു പെർഫോമൻസും അടിപൊളി സിനിമ പ്രതീക്ഷിച്ച് നമ്മൾ പോയി കണ്ടിട്ട് ഈ പടത്തിനെ സപ്പോർട്ട് ചെയ്യും. പടം എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് അതിനെ കുറിച്ച് അഭിപ്രായം സപ്പോർട്ട് ചെയ്യണമെന്നല്ല, അതിനെ കുറിച്ച് അഭിപ്രായം പറയാം. ഞങ്ങളാണെങ്കിൽ ഈ പടം കണ്ടിട്ട് അന്ന് തന്നെ ഇതിന്റെ റിവ്യൂ ഞാൻ കിട്ടും. എത്രയും പെട്ടെന്ന് ഞങ്ങൾ അതിന്റെ റിവ്യൂ ഇട്ടിരിക്കും. മാക്സിമം യെസ്. അപ്പൊ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, അതെ, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യാം. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയില് ഞാൻ സുധീരുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു. ഞാൻ എല്ലായിടത്തും പറഞ്ഞായിരുന്നു എന്റെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യാൻ. പക്ഷെ ഈ മനുഷ്യൻ അല്ലല്ല, ഈ മനുഷ്യൻ എന്റെ അക്കൗണ്ട് താഴെ ഇട്ടില്ലേ. പ്ലീസ് ഞാൻ താഴെ ഒന്ന് ഇടും. ഓക്കെ ഞങ്ങൾ ഈ ഇരിക്കുന്ന എല്ലാവരുടെയും ഇൻസ്റ്റാഗ്രാം ഐ ഡിയും ഞങ്ങള് താഴെ ചെയ്തിട്ടുണ്ടോ. എന്തെങ്കിലും തെറി വിളിക്കാനൊക്കെ പേര് പുള്ളിയുടെ അക്കൗണ്ട് പേര് സൂസൂതിന്നാണ്. പുള്ളിനെ പോയി മെസ്സേജ് അയച്ചാൽ. അപ്പൊ ഗൈസ്, അപ്പൊ ബൈ, ടേക്ക് കെയർ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പൊ ടാറ്റ, ബൈ.